ചിട്ടയായുള്ളൊരു ജീവിതശൈലി എപ്പോഴും നമ്മൾ പറയേണ്ട മൈഗ്രെയിനിൽ നമ്മൾ സാധാരണത്തിൽ നിന്ന് വ്യത്യാസമായിട്ട് വരുമ്പോഴാണ് പലപ്പോഴും ബുദ്ധിമുട്ട് വരുന്നത്. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കുക, വിശന്നിരിക്കുക. നമ്മൾ ഗർഭാവസ്ഥയിൽ കഴിവതും മരുന്നുകൾ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളൊരു റൂളാണ് നമ്മളെപ്പോഴും എടുക്കുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ടതായിട്ട് കൂടുതൽ നോക്കുന്നത് ആദ്യത്തെ 3 മാസം. ആദ്യത്തെ 3 മാസത്തിലാണ് ആ കുഞ്ഞിൻ്റെ വളർച്ച, കുഞ്ഞിൻ്റെ അവയവങ്ങൾ അല്ലെങ്കിൽ അതെല്ലാം ഫോം ചെയ്യുന്ന ടൈമാണ്. അപ്പോൾ ആ സമയത്താണ് പലപ്പോഴും നമുക്ക് മരുന്നുകൾ കൊണ്ടുള്ള ദൂഷ്യഫലങ്ങൾ കുഞ്ഞിന്, ഇപ്പം മരുന്നുകൾ മാത്രമല്ല, ആ സമയത്ത് അമ്മയ്ക്ക് ഉണ്ടാകാവുന്ന അസുഖങ്ങൾ, വൈറൽ ഇൻഫെക്ഷൻസ്, ഇതെല്ലാം കുഞ്ഞിൻ്റെ ആ ആരോഗ്യത്തെ ബാധിക്കാം. ഇപ്പോൾ ആദ്യത്തെ 3 മാസത്തിൽ വരുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ നമ്മൾ പലപ്പോഴും അങ്ങനെ നോക്കുമ്പോൾ ആദ്യത്തെ 3 മാസം കഴിവതും മരുന്നുകൾ നമ്മൾ അവോയ്ഡ് ചെയ്യാൻ പറയും. പക്ഷേ ഇപ്പോൾ നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ സേഫായിട്ട്, ഇപ്പോൾ നമ്മളിപ്പോൾ എല്ലാ മരുന്നുകൾക്കും നമ്മൾ പ്രഗ്നൻസിയിൽ അല്ലെങ്കിൽ പാലൂട്ടുന്ന സമയത്ത് സേഫാണെന്നുള്ളൊരു കാറ്റഗറീസ് ഉണ്ട് അതിനകത്ത്, ABCD എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ടാണ് നമ്മൾ ആ സമയത്ത് മരുന്നുകൾ കൊടുക്കുന്നത്. വളരെ സേഫായിട്ടുള്ള ഡ്രഗ്സ് ഉണ്ട്, ഡൗട്ട്ഫുൾ ഡ്രഗ്സ് ഉണ്ട്, തീരെ കൊടുക്കാൻ വയ്യാത്ത മരുന്നുകളുണ്ട്. അപ്പോൾ നമ്മൾ അത് നോക്കിയിട്ടാണ് പലപ്പോഴും കൊടുക്കുന്നത്. പക്ഷേ അത്യാവശ്യ ഘട്ടങ്ങളിൽ കൊടുക്കേണ്ടി വരാറുണ്ട്. പിന്നെ ഈ മൈഗ്രെയിൻ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഫോർച്ചുനേറ്റ്ലി നമ്മളൊരു ഈ ഗർഭാവസ്ഥയിലും ഇതൊക്കെ പലപ്പോഴും ഈ മൈഗ്രെയിൻ വളരെ കുറവായിട്ട് ഇന്ന് കാണാറുണ്ട്. ഈ ഹോർമോണായിട്ട് കുറച്ച് ബന്ധങ്ങളൊക്കെ ഉള്ളത് കാരണം ഒരു 80 അല്ലെങ്കിൽ 90% ഗർഭിണികളിൽ മൈഗ്രെയിൻ കൊണ്ട്, അവർക്ക് സ്ഥിരമായി മൈഗ്രെയിൻ ഉള്ള വ്യക്തികളായിരിക്കാം, പക്ഷേ ആ ഒരു ഗർഭാവസ്ഥയിൽ പലപ്പോഴും ഇത് മാറി നിൽക്കാറുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു ദൈവത്തിൻ്റെയും ഹോർമോണൽ വ്യത്യാസങ്ങളാണ് അതിനകത്ത് ഇത് വരുന്നത്. അതുകൊണ്ട് അവരെ പ്രൊട്ടക്റ്റഡ് ആണ് മിക്കവാറും അതിനകത്ത്. നിർബന്ധമില്ല, പക്ഷെ എന്നാലും അങ്ങനെയുള്ളത്. പിന്നെ അഥവാ ആ സമയത്ത് തലവേദന വരികയാണെങ്കിൽ അതിനായിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള പ്രോഫിലാക്റ്റിക് ഡ്രഗ്സും നമുക്കുണ്ട്, അതായത് നമുക്ക് വരാതിരിക്കണം. പക്ഷെ കഴിവതും നമ്മൾ ഒരു മൈഗ്രെയിൻ എപ്പോഴും മരുന്നുകൾ കൊണ്ട് ചികിത്സിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നമ്മളെപ്പോഴും ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ആണ് എപ്പോഴും ആദ്യം പറയുന്നത്. അതായത് ഇന്നതാണ് നമുക്ക് വരാവുന്ന കാരണങ്ങൾ. ഇപ്പം എനിക്ക് മൈഗ്രെയിൻ ഉണ്ട്, അപ്പോൾ എനിക്ക് വെയിലത്തിറങ്ങിയാലാണ് കൂടുതൽ വരുന്നത്. അപ്പോൾ ഒന്ന് നമുക്ക് സൺഗ്ലാസ് യൂസ് ചെയ്യാം ഡ്രൈവ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ വെയിലത്ത് പോകുന്ന സമയത്ത്. കഴിവതും ആ ബ്രൈറ്റ് ലൈറ്റിൽ നമ്മൾ പോകാതിരിക്കുക. പിന്നെ വിശന്നിരിക്കാതിരിക്കുക, സമയത്തിന് ഭക്ഷണം കഴിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക, നമ്മൾ നല്ലതായിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ട്. ഒന്നുകൂടെ മേഡം ഒന്നുകൂടെ പറഞ്ഞു ശ്രദ്ധിക്കാത്ത ആളുകളോട് ഒന്നുകൂടെ പറഞ്ഞു. മൈഗ്രെയിൻ ഉള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ ക്യാമറമാൻ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഒന്നുകൂടെ പറഞ്ഞത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ചിട്ടയായുള്ളൊരു ജീവിതശൈലി എപ്പോഴും നമ്മൾ പറയേണ്ട മൈഗ്രെയിനിൽ നമ്മൾ സാധാരണത്തിൽ നിന്ന് വ്യത്യാസമായിട്ട് വരുമ്പോഴാണ് പലപ്പോഴും ബുദ്ധിമുട്ട് വരുന്നത്. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കുക, വിശന്നിരിക്കുക. പിന്നെ ഇതിനകത്ത് നമ്മൾ പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ യാത്രയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നമ്മൾ ഭയങ്കര വെയിലത്ത് പോകുമ്പോഴൊക്കെ പലപ്പോഴും കുടയോ അല്ലെങ്കിൽ സൺഗ്ലാസോ ഉപയോഗിക്കാൻ പറയാം. അതായത് നമ്മൾ ആ ലൈറ്റാണ് പലപ്പോഴും അതിനകത്തൊരു ട്രിഗേഴ്സ് വരുന്നത്. ദാഹിച്ചിരിക്കുക, പ്രോപ്പറായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാം, ഇതെല്ലാം വെള്ളം ധാരാളം കുടിക്കുക എന്നുള്ളത് അപ്പം നമ്മൾ ചെറിയ വ്യായാമങ്ങൾ, ചിട്ടയായി ചെയ്യുന്ന വ്യായാമങ്ങൾ. പിന്നെ ഇപ്പം നമ്മൾ ഭയങ്കര ഓരോരുത്തർക്കും ഇൻഡിവിജ്വലായിട്ട് വേരിയേഷൻസ് വരാം. ഇപ്പോൾ ഈ നമ്മൾ കോവിഡൊക്കെ തുടങ്ങിയ സമയത്ത് ടൈറ്റായിട്ട് മാസ്ക് വെക്കുന്നത് ഇങ്ങനെയുള്ളവർക്ക് തലവേദന ഉണ്ടാക്കാറുണ്ട്. നമുക്ക് പക്ഷേ അതിനകത്ത് വേറെ ചോയ്സ് ഇല്ലായിരുന്നു അതിനകത്ത്. പിന്നെ ചിലർക്ക് മുടി ടൈറ്റായിട്ട് കെട്ടിയ പോണിറ്റെയിൽ, കുട്ടികൾക്കൊക്കെ ചിലർക്ക് ടൈറ്റായിട്ട് കെട്ടിയാൽ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ നമുക്ക് ഫേസിൽ എന്തും കൺസ്ട്രിക്റ്റിംഗ് ആയിട്ട് വന്നാൽ ചിലർക്ക് പ്രയാസങ്ങൾ വരാം. അപ്പോൾ നമ്മളതിന് കുളിച്ചിട്ട് വെയിലത്തുടനെ പോകുന്നത്, എണ്ണ തേച്ച് കുറേ സമയം ഇരിക്കുന്നത്, ഇപ്പോൾ തലയിൽ കളറിങ്, ഹെന്ന, അതൊക്കെ കഴിഞ്ഞ് തലവേദന വരുന്നവരുണ്ട്. എണ്ണ തേക്കുന്നത് തലവേദന ചെയ്യുന്ന ആൾക്കാർ കൂടുതൽ സമയം ഇരിക്കുന്നവർക്ക് ട്രിഗേഴ്സ്. ഇതിപ്പോൾ ഈ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കണം നിർബന്ധമില്ല. പക്ഷെ ഇപ്പം നമുക്ക് പ്രയാസം തോന്നുന്നത് അവോയ്ഡ് ചെയ്യുക. അപ്പം നമുക്കതിനകത്ത് ഇപ്പം എനിക്ക് വെയിലത്ത് പോകുന്നതാണ് ബുദ്ധിമുട്ടെങ്കിൽ കഴിവതും വെയിൽ അവോയ്ഡ് ചെയ്യാൻ നോക്കുക. അപ്പം അങ്ങനെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ട്രിഗേഴ്സ്, നമുക്ക് നമ്മുടെ ജോലി സംബന്ധമായിട്ട് നമുക്ക് എന്തോരം ചെയ്യാൻ പറ്റുന്നതനുസരിച്ച് നമുക്ക് ഇതൊക്കെ കുറേ ഒരു പരിധിയിൽ വരെ മരുന്നുകളോ വേറെ പ്രത്യേകിച്ച് ഇതൊന്നും ചികിത്സകളൊന്നും ഇല്ലാതെ നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്ന കാരണങ്ങളാണ്. ഒരു പരിധിവരെ നമ്മുടെ അശ്രദ്ധ എന്ന് പറയുന്നത് ഇതിനോട് ഒരുപാട് കാരണമാകുന്നുണ്ട്. നമ്മൾ കെയർ ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ, നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ. നമ്മൾ അശ്രദ്ധയിലും കൂടുതൽ ഒരു പക്ഷേ നമുക്ക് ആ ജോലി തിരക്കുകൾ, ജോലിയുടെ സ്ട്രെസ്സ്, അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം നമ്മൾ വിശന്നിരിക്കുന്നത് നമ്മൾക്കൊരു ആവശ്യമുണ്ടായിട്ട് നമ്മൾ വിശന്നിരിക്കുന്നതല്ലല്ലോ. പലപ്പോഴും നമുക്ക് സമയത്ത് കഴിക്കാൻ പറ്റാതെ വരിക, തിരക്കായിട്ട് മാറ്റി വെക്കുക. അപ്പോൾ പലപ്പോഴും ശ്രദ്ധക്കുറവ് എന്നതിനേക്കാൾ കൂടുതൽ നമ്മളുടെ ജോലി തിരക്കോ അല്ലെങ്കിൽ ആ സ്ട്രെസ്സിൻ്റെ ഭാഗമായിട്ട് വരുന്ന ബുദ്ധിമുട്ടുകളാണ്. എനിക്ക് പക്ഷേ അതൊരു ശ്രദ്ധക്കുറവെന്ന് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും അങ്ങനെ എനിക്ക് എപ്പോഴും നമ്മൾ നമ്മുടെ കാര്യം ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, പക്ഷേ നമ്മൾ വേറെ കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുന്നതുകൊണ്ടാവാം ഒരു പക്ഷേ അത് വിട്ടുപോകുന്നത്. തിരക്കുള്ള വ്യക്തികളല്ലെങ്കിൽ പോലും നമുക്ക് കൂടുതൽ അത് ചെയ്യാം, അല്ലെങ്കിൽ കൂടുതൽ ഇതും കൂടെ ചെയ്തിട്ട് കഴിക്കാം, അല്ലെങ്കിൽ ഇതും കൂടെ ചെയ്തിട്ട് അങ്ങനെ ഒരു പക്ഷേ നമ്മുടെ സ്വന്തം കാര്യങ്ങൾ മാറ്റി വെക്കുമ്പോഴാണ് കൂടുതൽ ഒരു പക്ഷേ ഇത് വരുന്നത്. പിന്നെ നമ്മൾ പലപ്പോഴും പറയും, ഇപ്പം ശീലമില്ലാത്തത്, നമ്മൾ പകൽ കിടന്നുറങ്ങാത്തവർ കിടന്നുറങ്ങി എഴുന്നേൽക്കുക,
നമ്മൾ അങ്ങനെയൊക്കെ പലപ്പോഴും തലവേദന ട്രിഗേർഡ് ആവാറുണ്ട്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പം നമ്മളെക്കുറിച്ച് നമ്മുടെ ശരീരത്തെക്കുറിച്ചോ ഏറ്റവും കൂടുതൽ നമുക്ക് തന്നെയാണ് കൂടുതൽ അറിയാവുന്നത്. അപ്പോൾ എന്തൊക്കെ വ്യതിയാനങ്ങളാണ് നമുക്ക് പ്രയാസം ഉണ്ടാക്കുന്നത് വെച്ചാൽ നമുക്കത് മാറ്റി വെക്കാവുന്നതോ അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഡെഫിനറ്റ്ലി ചെയ്യാം.